നമസ്കാരം. രാമരാജൻ പുന്നാട്. നമസ്കാരം. അപ്പോൾ ഇത് പെരുവളത്ത് പറമ്പ് ഇരിക്കൂർ പെരുവളത്ത് പറമ്പ് റഹ്മാനിയ യത്തീംഖാനയാണ്. റഹ്മാനിയ ക്യാമ്പസും നിരവധി കുട്ടികൾ, നൂറുകണക്കിന് ലധികം കുട്ടികൾ വിദ്യാഭ്യസിക്കുന്ന ഒരു സ്ഥാപനമാണ്. പോരാതെ തന്നെ മദ്രസയും കൂടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ മദ്രസ, രാത്രിയിലെ മദ്രസ. അപ്പോൾ ഈ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, രാവിലെയും രാത്രിയും മദ്രസ പഠനം കഴിഞ്ഞ് കുട്ടികൾ പോകുമ്പോൾ ഈ റോഡ് നോക്കൂ, ഇതിലേക്കൂടെ നടന്നു പോകാൻ കുട്ടികൾക്ക് ഒരു സൗകര്യമില്ല. ഈ വള്ള വര കഴിഞ്ഞാൽ ഇതിനപ്പുറം ഇവിടെ ഒരു ചെരിവാണ്, കുന്നാണ്. ഇവിടെ നടന്നു വരും. ഇതൊരു വളവ് കൂടി. ആ വാഹനം വരുന്നുണ്ടോ, ആ വാഹനം വരുമ്പോൾ ഇങ്ങേ സൈഡിൽ നിന്ന് ഒരു വാഹനം വരുമ്പോൾ ആ രണ്ട് സൈഡും ഒരു വഴിയാത്രക്കാർക്ക് നടക്കാൻ സ്ഥലമില്ല. ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരു വഴിയാത്രക്കാരും സ്ഥലമില്ല. അപ്പോൾ അവർ റോഡിലേ കൂടിയാണ് നടന്നു വരിക. ആ ഇറക്കത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് കയറ്റത്തിൽ അത് ആ വാഹനങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ ഈ കുട്ടികൾക്ക് റോഡിൻ്റെ മുകളിലല്ലാതെ നടക്കാൻ പറ്റില്ല. റോഡിൻ്റെ മുകളിലൂടെ മാത്രമേ നടക്കാൻ പറ്റൂ, രണ്ട് സൈഡും. അങ്ങനെ വരുമ്പോൾ വലിയൊരു അപകട സാധ്യത ഉള്ളൊരു മേഖലയാണ്. ഇതിലേക്കൂടി കാൽനട യാത്രക്കാർക്ക് നടക്കാനുള്ള സൗകര്യം പഞ്ചായത്താണോ, MLA ആണോ, MP ആണോ, ആരാണ്, ജില്ലാ പഞ്ചായത്താണോ, അവരെടുക്കണം. ഇപ്പോൾ ഇത് കണ്ടോ, ഇവിടെ കോംപ്ലക്സിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഈ ടയർ വീടിൻ്റെ അടുത്ത് ഇതുപോലെ 2 വാഹനങ്ങൾ വെച്ചു. പിന്നെ അതിലേക്കൂടി നടന്നു പോകാൻ സ്ഥലമില്ല. പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് വെള്ള വര കഴിഞ്ഞു. പിന്നെ അവിടുന്ന് കുട്ടികൾ ഇറങ്ങി വരേണ്ട സ്ഥലമാണ്. കുട്ടികൾക്ക് ഒരു പടി നടക്കാൻ ഇവിടെ ലേശം പോലും സ്ഥലമില്ല. ഇതിൻ്റെ പുറമെ ഇവിടെ വേറൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് തൊട്ടപ്പുറം ആ കാറ് കാണുന്നുണ്ട്. ഈ കാറിൻ്റെ തൊട്ടപ്പുറം ഇവിടെ മിക്കവാറും സമയങ്ങളിൽ ഈ വാട്ടർ അതോറിറ്റീൻ്റെ മുമ്പിൽ പോലീസുകാർ വന്ന് ഇവിടെ ചെക്കിങ്ങിന് ക്യാമ്പ് ചെയ്യുന്നൊരു സ്ഥലമാണ്. ഇവിടെ ഇവർ ചെക്കിങ്ങിന് വേണ്ടി നിൽക്കുമ്പോൾ വാഹനങ്ങൾ ചിലത് നിർത്താതെ ഓടിപ്പോകുന്നു. കുറേ വാഹനങ്ങൾ റോഡിൻ്റെ 2 സൈഡുകളിൽ നിർത്തുന്നു. അങ്ങനെ വരുമ്പോൾ ഒട്ടും നടക്കാൻ സ്ഥലമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. അതിനിടയിൽ കുറേ പോസ്റ്റുകളുണ്ട്. ചില സമയങ്ങളിൽ ഇവിടെ ഫുൾ ടൈം വെള്ളമായിരിക്കും. അപ്പോൾ ഇതൊരു അപകട സാധ്യത. ഈ റോഡിൻ്റെ മറ്റൊരു സൈഡാണിത്. ഈ സൈഡിലേക്ക് കൂടിയും ഒരുപടി നടന്നു പോകാൻ സൗകര്യമില്ല. ഇരിക്കൂർ പഞ്ചായത്ത്, ഇരിക്കൂർ നിയോജക മണ്ഡലം MLA, കണ്ണൂർ പാർലമെൻറ്റ് MP എല്ലാവരും വിചാരിച്ച് ഇതാരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നുള്ളത് അപ്പുറം ഇപ്പുറം പഴിചാരാതെ ഇവിടെയൊന്നും ഒരു കുട്ടികൾക്ക് നടന്നു പോകാൻ പോലും സ്ഥലമില്ല. ഇതാണ് അവസ്ഥ. വളരെ 2 സൈഡും. ഇനി ഇപ്പുറത്തെ സൈഡ് കാണിച്ചുതരാം. ഒരു പൊടി നടന്നു പോകാൻ സ്ഥലമില്ലാത്തൊരവസ്ഥയിലാണ്. ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ നാളുകളിൽ പിഞ്ചോമനകൾ അല്ലെങ്കിൽ വലിയൊരു അപകടത്തിൽ പെട്ടിട്ട് പിന്നെ ദുഃഖിച്ച് കരഞ്ഞിട്ടൊരു കാര്യമില്ല. പെരുവളത്ത് പറമ്പ് എന്നാ പറയുന്ന സ്ഥലത്ത് നിന്ന് നിലാമുറ്റം വരെയുള്ള റോഡിൻ്റെ അവസ്ഥയാണ്. ഇപ്പോൾ ആ വെള്ള വര കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാടാണ്. ഇതുവഴി കാൽനടയായിട്ട് ആർക്കും നടന്നു പോകാൻ വേണ്ടി പറ്റില്ല. ഇവിടെ മേലെ റഹ്മാനിയ മദ്രസ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന് താഴെ മദ്രസയുണ്ട്. അപ്പോൾ ഈ മദ്രസയിലൊക്കെ കുട്ടികൾക്ക് രാവിലെ നടന്നു പോകേണ്ടതാണ്. ഒരു കാൽനട യാത്രക്കാരന് നടന്നു പോകാൻ എവിടെയും വഴിയില്ല. ഇവിടെയൊന്നും വെള്ള വരക്കപ്പുറമാണ് കാൽനട യാത്രക്കാരൻ്റെ യാത്രാ സൗകര്യം. പക്ഷേ വെള്ള വരക്കപ്പുറം പിന്നെ നടന്നു പോകാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇത് അധികാരികൾ ശ്രദ്ധിച്ച് നടന്നു പോകാം. ഇവിടെയൊക്കെ എവിടെയാണ് സ്ഥലം നോക്കുക, ആ കാറ് വരുന്നു, എവിടെയും സ്ഥലമില്ല. ഇവിടെ നോക്കൂ, ഇത് കാടാണ്. അത്രയേറെ അപകടം നിറഞ്ഞ ഒരു അവസ്ഥയാണ്. ഇവരിപ്പോൾ ഇവിടെ ഈ പണിയെടുക്കുകയാണ്. ഇവിടെ റോഡുമില്ല, തോടുമില്ല, ഒന്നുമില്ല. നടന്നു പോവുകയും വേണ്ട. അപ്പോൾ ഇതാണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ. അധികാരികൾ ഈ പ്രശ്നത്തിൽ പരിഹാരം കാണണം. കാരണം നമ്മുടെ കുട്ടികൾ അതിരാവിലെ എഴുന്നേറ്റ് മദ്രസയിലൊക്കെ പോവുക, സ്കൂളിലൊക്കെ പോകുന്നതാണ്. എല്ലാവരും സ്കൂൾ ബസ്സിലോ മറ്റോ പോകുന്നതല്ലാതെ നോക്കും. ഇവിടെയൊക്കെ ഒരു വഴിയുമില്ല.
അപ്പോൾ അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം, ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം. ഇവിടെയൊക്കെ വരകൾ മാത്രമേ ഉള്ളൂ, വഴികളില്ല. നമ്മളിപ്പോൾ നിലാമുറ്റം പള്ളീൻ്റെ മുമ്പിലേക്ക് എത്താൻ പോവാണ്. ഇവിടെയാണ് മദ്രസയുള്ളത്, ഇതിന് മേളിലാണ് റഹ്മാനിയ സ്കൂളുള്ളത്. ഈ കുട്ടികൾ രാത്രിയും രാവിലെയൊക്കെ നടന്നു വരുമ്പോൾ എന്തെങ്കിലും ഒരു വലിയ അപകടം സംഭവിച്ചിട്ട്, മുമ്പ് പെരുമണ്ണിലൊക്കെ ഉണ്ടായതുപോലെ ഒരു വലിയ അപകടം, അതായത് ഇപ്പം നമ്മൾ നിലാമുറ്റത്താണ് എത്തിയത്, ഇവിടം വരെയുള്ള റോഡിൻ്റെ അവസ്ഥ ഇത് മിക്കവാറും ഹൈവേയിൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ അപകടം സംഭവിച്ചിട്ട് നിലവിളിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച് ദുഃഖം രേഖപ്പെടുത്തിയിട്ട് കാര്യമില്ല. പരിഹാരം കാണുവാൻ അധികൃതർ കണ്ണു തുറക്കണം. ഇതിപ്പോൾ മറ്റൊരു റോഡാണ്. റോഡിൻ്റെ അവസ്ഥ നോക്കണം. ഇതാ വര ഇവിടെയാണ്, ഇവിടെ വാഹനം പാർക്ക് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിലേ കൂടി ആൾ നടന്നുകൊണ്ട് റോട്ടുമല്ലേ അല്ലാതെ? മറ്റൊരു സ്ഥലം ഇതാണ്, ഇതൊരു കിണറാണ്. ഈ കിണർ, ഈ വര, ഇതിലേ വേണം ആൾ നടന്നു പോകാൻ. അങ്ങനെ എതിരെ ഒരു വാഹനം വരികയാണ്. എപ്പോഴും ഒരു അപകടം പതിയിരിക്കുന്ന സ്ഥലമാണ് ഇത്. ഇതാ ഇതിലേ കൂടി എങ്ങനെ മുറിച്ച് കിടക്കാനാ ഇത്ര ഇതിൽ? അപ്പോൾ ഇത് അധികൃതർ ശ്രദ്ധിക്കേണ്ടതാണ്, പരിഹാരം കാണേണ്ടതാണ്. ഇത് റോഡിൻ്റെ മറ്റൊരവസ്ഥയാണ്. ഇവിടെ ഇപ്പോൾ അങ്ങനെ വണ്ടി വരുന്നു, ഇതിലേ നടന്നു പോകുന്നു. ഈ റോഡിലൂടെ നടന്നു പോകാൻ വേണ്ടി പറ്റിയുള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളക്കെട്ട് നടക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തിട്ടില്ലെങ്കിൽ എതിരെ വരുന്ന വാഹനം ഇടിച്ച് അപകടത്തിൽപ്പെടും. അപ്പോൾ ഇതാണ് അവസ്ഥ, നടന്നു പോകാൻ വഴിയില്ല. ഈ വര കഴിഞ്ഞ് ഇപ്പുറം വാഹനങ്ങൾ ചേറിപ്പായും. ഇതുപോലെ ഹൈവേയിൽ പലയിടങ്ങളിലും ഉണ്ട്. അപ്പോൾ ഇത് പരിഹരിക്കേണ്ടതാണ്. പരിഹരിച്ചാൽ വലിയൊരു അപകടം ഒഴിവായി കിട്ടും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തി ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.